പുറത്ത് ഭയങ്കര മഴ. പിന്നെ ഓണമൊക്കെ ആയില്ലേ? ഓഹോ, വിശേഷം? ഓണം. എന്നാ ഒരു ചായ എടുക്കട്ടെ? ചായ കുടി. ഓണായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയാ? ഓണത്തിന് കുറച്ച് സാധനം വാങ്ങി. കാണിക്കാം. സാധനം കുറച്ച് ഇതൊക്കെ വാങ്ങിച്ചതേ ഉള്ളൂ. ഓൺലൈനിൽ വാങ്ങിച്ചാ. ഇതാണ് ഓണത്തിന് വാങ്ങിയ സാധനം. അതെന്തോന്ന്? ഇത് തക്കാളി. അപ്പൊ ഇപ്പൊ പുറത്ത് ഭയങ്കര മഴയല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു മഴയൊക്കെയാണ് പുറത്ത് പോകണ്ട എന്ന് വെച്ചാൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തു. ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല, 30 രൂപയുള്ളൂ ഈ തക്കാളി. അപ്പൊ വീട്ടിൽ വന്ന് ഡെലിവറി തന്നപ്പോഴാണ് പറയുന്നത് 70 രൂപ. കാരണം എന്ന് വെച്ചാലേ ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് ഈ 30 രൂപയുടെ സാധനത്തിന് 40 രൂപ ഡെലിവറി ചാർജ്. അത് ശരി. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിചാരിച്ചു അതേ സമയത്ത് ഞാൻ ഈ ഒരു വേറെ സാധനം കൂടി ഓർഡർ ചെയ്തു. ഇതിന് 20 രൂപയുള്ളൂ. പക്ഷെ ഇവിടെ വന്ന് ഡെലിവറി ചെയ്തപ്പം 70 രൂപ. അതൊന്നും അങ്ങനെ രണ്ട് വന്നത് ഒന്നിച്ച് തന്നെ അല്ല, അത് ഒരുമിച്ചല്ലേ ബുക്ക് ചെയ്തത്? ഒരുമിച്ചല്ല, ഒന്ന് ബുക്ക് ചെയ്തതിന് ശേഷം ഞാൻ രണ്ടാമത് ചെയ്തു. പക്ഷെ കൊണ്ടുവന്നപ്പോ ഒന്നിച്ച്. പക്ഷെ മൊത്തം വില കൊടുക്കേണ്ടി വന്നിപ്പം ഒരു 200 രൂപ. ഓരോന്നിനും 2 ഡെലിവറി ചാർജ്. പിന്നെ നമ്മുടെ ഓണ പ്രോഗ്രാമിനൊന്നും പോകുന്നില്ലേ? പ്രോഗ്രാം എന്നാണ്? എത്ര മണിക്കാണ്? അത് വൈകുന്നേരം 6 മണിക്കല്ലേ? വൈകുന്നേരം 6 മണിക്കാണ്. ഇന്നാണല്ലേ? 6 മണിക്കാണെങ്കിൽ ഒരു 8 മണിക്ക് പോണം. അത് 8 മണിക്ക് പോകുന്ന 6 മണിക്കല്ലേ പ്രോഗ്രാം? അല്ല, 6 മണിക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞാല് ഇവരെ ഈ പ്രസംഗം കാണൂല്ലേ കുറെ നേരം. ഈ പ്രോഗ്രാമത്തിനേക്കാളും കൂടുതൽ പ്രസംഗമാണല്ലോ. അവർക്ക് പിന്നെ മൈക്ക് കിട്ടിക്കഴിഞ്ഞാല് പരിസര ബോധം പോലും ഇല്ലാതെ അങ്ങ് തുടരല്ലേ. ഈ പാവപ്പെട്ട കുട്ടികൾ, മേക്കപ്പ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളുണ്ട്, എല്ലാം അവരെ വിയർത്തൊലിച്ച് അവിടെ നിൽക്കുകയാണ്. ഇതെ കണ്ടുകൊണ്ടാണ് ഇവർ പ്രസംഗിക്കാൻ കയറുന്നത്. എന്നാൽ ഒരു ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വിളക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്തിട്ട് പ്രാദേശിക പ്രസംഗം കഴിഞ്ഞ് 1-2 പേര് 1-2 ഒരു 5-10 മിനിറ്റ് മാക്സിമം പ്രസംഗം അത് സംസാരിച്ച് തീർക്കുക. അല്ലേ, അത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫംഗ്ഷന് പോയപ്പോ ഒരാള് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഏതോ ഒരു പോയിന്റ് വിട്ടുപോയി എന്ന് പറഞ്ഞ് രണ്ടാമത് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അവസാനം നല്ല നല്ല പ്രോഗ്രാമുകൾ അവിടെ അണിയറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പ്രസംഗങ്ങളും ഇങ്ങനെ നീട്ടിക്കൊണ്ടത് കൊണ്ട് പിന്നെ ആ പ്രോഗ്രാമിൽ മറ്റുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ചില പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നു. അത് ശരി. പ്രസംഗം കാരണം പ്രോഗ്രാം മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പ്രോഗ്രാമില് 1-2 വ്യക്തികൾ സംസാരിച്ച് ചെറിയ രീതിയിൽ, കാരണം നമ്മൾ കലാപരമായ കാര്യങ്ങൾക്കാണല്ലോ ഊന്നൽ കൊടുക്കുന്നത്. അല്ലാതെ ഇവരുടെ പ്രസംഗം മാത്രം കേൾക്കാനല്ലല്ലോ നമ്മൾ പോകുന്നത്. ഈ സാംസ്കാരിക സമ്മേളനം എന്നാണ് ഇതിനെ പറയുന്നത്. സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞിട്ട് അത് ഒരുമാതിരി സംസ്കാരം ഇല്ലായ്മയിലോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർ മനസ്സിലാക്കണം, ഇനി പ്രോഗ്രാം നടത്താറുണ്ട്, പ്രോഗ്രാം നടത്താൻ ഒരുപാട് ബാക്കിയുണ്ട്, പ്രോഗ്രാം കാണാനാണ് ആൾക്കാർ വന്നിരിക്കുന്നത് എന്ന ഒരു ബോധം അവർക്ക് വേണം. അതിന് വേണം കൂടുതൽ സമയം കൊടുക്കാൻ. അതുകൊണ്ട് 2 വാക്ക് സംസാരിക്കണം. ഓക്കെ, 2 വാക്ക് സംസാരിക്കുക. അവരുടെ പിന്നെ വരുന്ന പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് അവർക്ക് പ്രസംഗം മതിയാക്കി വന്ന് ഇരിക്കാമല്ലോ, പ്രോഗ്രാം കാണാമല്ലോ. ഇതിപ്പോ നമ്മൾ കാണാൻ ചെല്ലുന്നത് അവരുടെ പ്രസംഗം കേൾക്കാനാണ് പോകുന്ന രീതിയിലാണ് അവരുടെ പ്രസംഗം കേട്ടാൽ നമുക്ക് തോന്നുന്നത്, അല്ലേ? ഇത് എന്നാ ഇനി ആൾക്കാർ ഇത് മനസ്സിലാക്കുന്നത്? എവിടെ ചെന്നാലും ഇത് തന്നെ. എന്നാൽ അവർക്ക് മനസ്സിലാക്കിക്കൂടെ ഈ ആൾക്കാർ വന്നിരിക്കണത് അവരുടെ പ്രോഗ്രാം കാണാൻ, അവരുടെ കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട് അവതരിപ്പിക്കാൻ, കാണാനുണ്ട്. അങ്ങനെ എല്ലാവരുടെ പ്രോഗ്രാം കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പോകണം എന്നുള്ളതിന് ഇവർ വന്നിരുന്ന് പ്രസംഗിച്ച് തന്നെ ആൾക്കാരെ ബോറടിപ്പിക്കും. പിന്നെ ഇത് കാണാനുള്ള ഒരു മനസ്സ് പോലും ചിലപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവില്ല. അല്ല, പിന്നെ ഒരു കാര്യം ചെയ്യണം, പ്രസംഗത്തിന് മാത്രമായിട്ട് ഒരു ദിവസം വെക്കുക. പ്രോഗ്രാമിൽ അതാരും കാണാൻ പോകില്ല.
അതാണ് ഈ പ്രശ്നം. അതെ അത് ഇവർക്ക് ഇവരുടെ ഇത് തെളിയിക്കണ്ടേ? അതെ അതെ. ഇതൊക്കെ ആരോട്